വെൽക്കം. തഹമനാണ്. മൈക്രോബയോളജിയിൽ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സ്റ്റെഫൈലോകോക്കൈനെ കുറിച്ചിട്ടാണ്. സ്റ്റെഫൈലോകോക്കൈകളെ കുറിച്ച്. സ്റ്റെഫൈലോകോക്കൈ ഓറിയസ് ആണ് ഏറ്റവും പ്രധാനം. ദെൻ എപ്പിഡെർമിഡിസ് ഉണ്ട്, സാപ്രോഫൈറ്റിക്കസ്. സോ ഇവയെ പറ്റിയാണ് നമ്മൾ പറയാം. ബാക്ടീരിയ നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് കോക്കൈ ബാക്ടീരിയ നമ്മൾ പഠിച്ചത് രണ്ടാണ്. വൺ ഈസ് ഗ്രാം പോസിറ്റീവ് കോക്കൈ നമ്മൾ പഠിച്ചു. ദെൻ ഗ്രാം നെഗറ്റീവ് കോക്കൈയും നമ്മൾ പറഞ്ഞു. ഗ്രാം നെഗറ്റീവ് കോക്കൈ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് വൺ ഈസ് നിസീറിയ ആണ്, രണ്ടാമത്തത് മൊറാക്സെല്ല പോലെയുള്ളവ. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ ഗ്രാം പോസിറ്റീവ് നമ്മൾ ഇതിനെക്കുറിച്ചാണ്. ഗ്രാം പോസിറ്റീവിൽ രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. വൺ ഈസ് സ്റ്റെഫൈലോ ആണ്, സ്റ്റെഫൈലോകോക്കൈ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രെപ്റ്റോകോക്കൈ. സോ സ്ട്രെപ്റ്റോകോക്കൈ ആൻഡ് സ്റ്റെഫൈലോകോക്കൈ ആണ് ഗ്രാം പോസിറ്റീവ് കോക്കൈൽ നമ്മൾ പറഞ്ഞത്. കോക്കൈ എന്ന് പറയുമ്പോൾ തന്നെ റൗണ്ട് ആണ് സംഭവം, സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ് എന്ന് നമുക്കറിയാം. ഗ്രാം പോസിറ്റീവ് ആകുമ്പോൾ എന്ത് കളറായിരിക്കും? പർപ്പിൾ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് പർപ്പിൾ കളർ ആയിരിക്കും നമുക്ക് കിട്ടുക, സ്റ്റെയിനിങ്ങിൽ നമുക്ക് കിട്ടുക. പക്ഷെ അപ്പോൾ എന്താണ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് ആണ്. രണ്ടും സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഇതാണെങ്കിൽ നമ്മൾ ഗ്രേപ്പ് ലൈക്ക് ആണ്, ഇങ്ങനെ ഗ്രേപ്സിന്റെ ബണ്ടിൽ പോലെയാണ് ഇത് ഇരിക്കുക. പക്ഷേ ഇതാണെങ്കിൽ ഗ്രേപ്സിന്റെ ക്ലസ്റ്റർ ആണെങ്കിൽ ഇത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻ എ ചെയിൻ ലൈക്ക് ഫാഷൻ ആണ് സ്ട്രെപ്റ്റോകോക്കൈ. സോ രണ്ടും കോക്കയാണ്, ഗ്രാം പോസിറ്റീവ് കോക്കയാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയും? ഇതിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് കാറ്റലൈസ് ടെസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഏത് ബാക്ടീരിയയിലാണ് കാറ്റലൈസ് എൻസൈം ഉള്ളത് എന്ന് നോക്കാനായിട്ട് നമ്മൾ ഒരു സ്ലൈഡ് എടുക്കുക. ഈ സ്ലൈഡിനകത്തേക്ക് നമ്മളുടെ ബാക്ടീരിയ എടുക്കുക ആൻഡ് ഓൾസോ അതിനകത്തേക്ക് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെഫൈലോകോക്കൈ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് സ്റ്റെഫൈലോകോക്കൈ ഇതിൽ എന്തുണ്ട്? കണ്ടെയ്ൻസ് കാറ്റലൈസ് ഉണ്ട്. സോ ഇതുമൂലം ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ എന്താക്കി മാറ്റും? ദാറ്റ് ബിക്കം വാട്ടർ പ്ലസ് ഓക്സിജൻ ആക്കി മാറ്റും. അപ്പോൾ സ്ലൈഡിൽ ഓക്സിജൻ ഉണ്ടാവും. ഓക്സിജൻ മൂലം പത വരും. അതിനെ നമ്മൾ പറയാ ബബ്ലിംഗ് എന്നാണ്. ബബ്ലിംഗ് ഉണ്ടാകും. സ്ട്രെപ്റ്റോകോക്കൈൽ കാറ്റലൈസ് ഉണ്ടോ? അതിൽ കാറ്റലൈസ് ഇല്ല. അപ്പോൾ ബബ്ലിംഗ് ഉണ്ടോ? നോ ബബ്ലിംഗ്. ഇതിൽ ബബ്ലിംഗ് ഇല്ല. സോ സ്റ്റെഫൈലോകോക്കൈ ആർ എന്താണ്? ഗ്രാം പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ കോക്കൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. നൗ അനദർ വേർഡ് ഈസ് കാറ്റലൈസ് പോസിറ്റീവ്. ഇനി ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ അവരുടെ 3 ക്യാരക്ടറിസ്റ്റിക്കും കൂടി പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു. ഒരു ക്യാരക്ടറിസ്റ്റിക് വെദർ ദേ ഹാവ് ക്യാപ്സ്യൂൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. 2 വെദർ ഇറ്റ് ഈസ് മോട്ടൈൽ ആണോ അല്ലയോ. 3 നമ്മൾ പറഞ്ഞത് വെദർ ഇറ്റ് ഈസ് സ്പോർ ഫോമിംഗ് ആണോ അല്ലയോ. സോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ബാക്ടീരിയകളെ ക്ലാസിഫൈ ചെയ്തായിരുന്നു. സോ ഇവിടെ എല്ലാം സ്റ്റെഫൈലോകോക്കയുടെ പേരുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ പേരില്ലായിരുന്നു എന്നാണ്. എവിടെ ഒരു സ്ഥലത്തും സ്റ്റെഫൈലോകോക്കയുടെ പേര് നമ്മൾ പറഞ്ഞില്ല. സോ ഓൾ ദി സ്റ്റെഫൈലോകോക്കൈ ആർ നോൺ ക്യാപ്സുലേറ്റഡ് എന്ന് നമുക്ക് പറയാം. നോൺ മോട്ടൈൽ ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ദീസ് ഓൾ ആർ നോൺ സ്പോർ ഫോമിംഗ്. സോ സ്റ്റെഫൈലോകോക്കൈ ആർ ഗ്രാം പോസിറ്റീവ് കോക്കൈ ആണ്, കാറ്റലൈസ് പോസിറ്റീവ് ആണ്, നോൺ ക്യാപ്സുലേറ്റഡ് ആണ്, നോൺ മോട്ടൈൽ ആണ്, നോൺ സ്പോർ ഫോമിംഗ് ആണ്. ആൻഡ് ഓൾസോ ദീസ് ആർ ഫാക്കൽറ്റേറ്റീവ് എനൈറോബ്സ് കൂടിയാണ്. ഫാക്കൽറ്റേറ്റീവ് എനൈറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ വളരും, വേണ്ടി വന്നാൽ ഇല്ലെങ്കിലും വളരും. സോ ഇതാണ് ഇവയുടെ ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നത്. സോ അപ്പോൾ കാറ്റലൈസ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് സ്റ്റെഫൈലോകോക്കൈ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഡിഫറെന്റ് ടൈപ്പ് സ്റ്റെഫൈലോകോക്കൈ ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടെസ്റ്റിന്റെ പേരാണ് കൊയാഗുലേസ് ടെസ്റ്റ്. കൊയാഗുലേസ് ടെസ്റ്റ് ആണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യുക. സോ കൊയാഗുലേസ് ബാക്ടീരിയയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബാക്ടീരിയ ആണെങ്കിൽ ഇതിന്റെ സൈറ്റോപ്ലാസത്തിൽ കുറച്ച് കൊയാഗുലേസ് ഉണ്ട്. സോ ഇത് ആണ് ഫ്രീ കൊയാഗുലേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഈ സെൽ വാൾ. ഇതിപ്പോൾ സെൽ വാൾ ആണെങ്കിൽ ഈ സെൽ വാളിലുണ്ട്. അതിന് നമ്മൾ സെൽ വാൾ കമ്പോണന്റ് ആയിട്ടുള്ളതിനെ ബൗണ്ട് കൊയാഗുലേസ് എന്നാണ് വിളിക്കുക. ആൻഡ് ഇത് നമുക്ക് മറ്റേ സ്ലൈഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. സോ പേര് പോലെ തന്നെ പേര് കൊയാഗുലേസ് എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിനകത്തുള്ള ഫൈബ്രിനോജനെ എന്താക്കി മാറ്റും? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫൈബ്രിൻ ത്രെഡ് ആക്കി മാറ്റുന്ന പണിയാണ് ഇത് ചെയ്യുക. അപ്പോൾ രക്തം കട്ടയാവും. സോ ഇതാണ് ഈ എൻസൈം ചെയ്യാം. സോ ബ്ലഡ് അഗർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം ബ്ലഡ് കട്ടപിടിക്കും. സോ ഇത് ടെസ്റ്റ് ട്യൂബിലും സ്ലൈഡിലും വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. രണ്ടായാലും നമുക്ക് അങ്ങനെ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. സോ ഇഫ് ഇറ്റ് ഈസ് പോസിറ്റീവ് ദാറ്റ് ഈസ് കൊയാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ദ ഓർഗാനിസം ഈസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ട്യൂബിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് കിട്ടുക സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ കൊയാഗുലേസ് ടെസ്റ്റ് പോസിറ്റീവ് തരും. പക്ഷേ കിട്ടിയില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റെഫൈലോകോക്കസ് കോൺസ് എന്ന് നമുക്ക് വിളിക്കാം. കൊയാഗുലേസ് നെഗറ്റീവ് സ്റ്റെഫൈലോകോക്കസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആണ് ഒരെണ്ണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് സ്റ്റെഫൈലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് ആണ്. സോ സ്റ്റെഫൈലോകോക്കസ് എപ്പിഡെർമിഡിസ് ആൻഡ് സാപ്രോഫൈറ്റിക്കസ് ആർ കോൺസ് ആണ്, അല്ലെങ്കിൽ കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. ഓറിയസ് ആണെങ്കിൽ കൊയാഗുലേസ് പോസിറ്റീവ് ആണ്. സോ കാറ്റലൈസ് പോസിറ്റീവ് കൊയാഗുലേസ് പോസിറ്റീവ് ഈസ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. കാറ്റലൈസ് പോസിറ്റീവ് ബട്ട് കൊയാഗുലേസ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ
എപ്പിഡെർമിഡിസ് ഓർ സാപ്രോഫൈറ്റിക്കസ് ആണ്. ഇനി ഇവ രണ്ടും എങ്ങനെ തിരിച്ചറിയും ഇതാണോ എന്നറിയാനായിട്ട് നമ്മൾ ചെയ്യുക നോവോബയോസിൻ വെച്ചാണ്. നോവോബയോസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. നോവോബയോസിൻ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ് ആണ്. നോവോബയോസിൻ സസെപ്റ്റിബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, സെൻസിറ്റീവ് ആണോ അല്ലയോ എന്നറിയാം. നോവോബയോസിൻ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് വളർത്തിയിട്ട് നോവോബയോസിന് ഡിസ്ക് ഇട്ടിട്ട് അവിടെ വളർച്ചയില്ല, സെൻസിറ്റീവ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് സെൻസിറ്റീവ് നോവോബയോസിൻ സസെപ്റ്റബിൾ ആണെങ്കിൽ അത് എപ്പിഡെർമിഡിസ് ആണ്. ഇഫ് ഇറ്റ് ഈസ് റെസിസ്റ്റന്റ്, നോവോബയോസിനോട് ആ ഭാഗത്ത് വളർച്ച ഉണ്ട് എങ്കിൽ, റെസിസ്റ്റന്റ് ആണെങ്കിൽ, നോൺ സെൻസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് ഈസ് സാപ്രോഫൈറ്റിക്കസ് ആണ്. സോ ഇതാണ് തിരിച്ചറിയാനായിട്ട് നമ്മൾ ചെയ്യുക. ആൻഡ് ബോത്ത് ദീസ്, ഇത് രണ്ടും വേറൊരു ടെസ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് യൂറിയ ബ്രോത്ത് ഇട്ട് വളർത്തി കഴിഞ്ഞാൽ യൂറിയ ബ്രോത്തിൽ നമ്മളൊരു ഫിനൈൽ റെഡിന്റെ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ കിട്ടും. പിങ്ക് കളർ ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം രണ്ടിലും ഉണ്ട്, അതുകൊണ്ട് ഒരു പിങ്ക് കളർ രണ്ടിലും ഉണ്ടാകും ബിക്കോസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. സോ അപ്പോൾ സ്റ്റെഫലോകോക്കസ് എപ്പിഡെർമിഡിസ് ഈസ് കാറ്റലൈസ് പോസിറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ദീസ് രണ്ടും എപ്പിഡെർമിഡിസ് ആൻഡ് സാപ്രോഫൈറ്റിക്കസ് രണ്ടും കാറ്റലൈസ് പോസിറ്റീവ് ആണ്, പക്ഷേ കൊയാഗുലേസ് നെഗറ്റീവ് ആണ്. ദെൻ വൺ ഈസ് നോവോബയോസിൻ സസെപ്റ്റബിൾ ആണ്, ദിസ് ഈസ് നോവോബയോസിൻ റെസിസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞു. ഇതാണ് വ്യത്യാസങ്ങൾ. ഇനി ഇവയിൽ ഏറ്റവും കൂടുതൽ വിറുലന്റ് ആരാന്ന് വെച്ചാൽ ഇവനാണ്. മോസ്റ്റ് വിറുലന്റ് ഈ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണ് ആൻഡ് യൂഷ്വലി പാത്തോജനിക്. സോ ദിസ് ദ മോസ്റ്റ് പാത്തോജനിക് വൺ. നമ്മൾ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുക. ആൻഡ് ഇത് രണ്ടും എപ്പിഡെർമിഡിസ് ആൻഡ് സാപ്രോഫൈറ്റിക്കസ് ഇത് രണ്ടും ലെസ് വിറുലന്റ് ആണ് ആൻഡ് ലെസ് പാത്തോജനിക്. പക്ഷെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതാണ് മറ്റൊരു വ്യത്യാസം. അപ്പൊ ഇനി ഇത് വളർത്താനുള്ള കൾച്ചർ മീഡിയയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. എന്തെല്ലാമാണ് കൾച്ചർ മീഡിയ വേണ്ടതെന്ന് ചോദിച്ചാൽ, വൺ ഈസ് ന്യൂട്രിയന്റ് അഗർ. ന്യൂട്രിയന്റ് അഗറിൽ നമ്മൾ വളർത്തിയാൽ, ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ ഷോസ് ഫോംസ് എ ഗോൾഡൻ യെല്ലോ കളേർഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതിന്റെ വളരുന്ന അങ്ങനെയാണ്. ഈ ഗോൾഡൻ യെല്ലോ കളർ മൂലമാണ് നമ്മൾ ഇതിനെ ഓറിയസ് എന്ന പേര് നമ്മൾ വിളിക്കുക. പക്ഷെ എപ്പിഡെർമിഡിസ് ആണ്, സാപ്രോഫൈറ്റിക്കസ് ഇത് രണ്ടും നമുക്ക് കിട്ടുക ഒരു വെളുത്ത കളറാണ്. സോ ഇറ്റ്സ് എ വൈറ്റ് കളറാണ്. സോ ദിസ് ഈസ് ഗോൾഡൻ യെല്ലോ, ദിസ് ഈസ് വൈറ്റ്. കോളനിയുടെ കളറാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇഫ് വി ഗ്രോ ഓൺ ബ്ലഡ് അഗറിൽ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ, ഓറിയസ് ആണെങ്കിൽ ബിക്കോസ് ഇറ്റ് ഷോസ് ബീറ്റാ ഹീമോലൈസിസ് ഉണ്ടാകുന്നുണ്ട്. സോ ഒരു പിങ്ക് ഹെഡ് കളർ ആണ് നമുക്ക് കിട്ടുക. പിങ്ക് ഹെഡ് കളർ ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ കിട്ടുക. ആൻഡ് എപ്പിഡെർമിഡിസ് ആൻഡ് ഓൾസോ സാപ്രോഫൈറ്റിക്കസ് രണ്ടും നോൺ ഹീമോലിറ്റിക് ആണ്. പക്ഷെ ഈ എപ്പിഡെർമിഡിസ് ചിലപ്പോൾ കുറച്ച് അപൂർവമായിട്ട് ഹീമോലിസിസ് കാണിച്ചേക്കാം, പക്ഷെ നോർമലി നോൺ ഹീമോലിറ്റിക് ആണ്. ഇനി വേറൊരു മീഡിയമാണ് PPA മീഡിയം അല്ലെങ്കിൽ ഫിനൈൽ ഈഥൈൽ അമീൻ ഫോസ്ഫേറ്റ് അഗർ മീഡിയം എന്ന് പറയുന്ന അഗർ മീഡിയത്തിൽ വളർത്തി കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ നമുക്ക് പിങ്ക് ആയിട്ടായിരിക്കും കിട്ടുക. ആൻഡ് മറ്റൊരു മീഡിയം ആണ് മക്കോൺകി അഗർ മീഡിയയിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ലാക്ടോസ് എന്ത് ചെയ്യും? ലാക്ടോസ് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിങ്ക് കളർ ആയിട്ടായിരിക്കും കിട്ടുക മക്കോൺകി അഗർ മീഡിയത്തിൽ. ഇനി സ്റ്റെഫ് ഓറിയസിന്റെ സ്പെഷ്യൽ മീഡിയ അല്ലെങ്കിൽ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് ഒരെണ്ണം ലുഡ്ലാംസ് മീഡിയ ആണ്. ലുഡ്ലാംസ് മീഡിയ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സംഭവം ലിത്തിയം ക്ലോറൈഡ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ലിത്തിയം ക്ലോറൈഡ് ഉണ്ട് പ്ലസ് ടെല്ലൂറൈറ്റ് എന്ന് പറയുന്ന സംഭവം കൂടി ചേർന്നതാണ്. അതാണ് ഒരെണ്ണം. രണ്ടാമത്തത് എന്ന് പറയുന്നത് മാനിറ്റോൾ സോൾട്ട് അഗർ മീഡിയ ആണ്. ആൻഡ് ഇതിനകത്ത് മാനിറ്റോൾ 1% ആണ്. സോൾട്ട് എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഒരു 7.5% ഉള്ളതാണ്. സോ ദിസ് എ സെലക്റ്റീവ് ആൻഡ് ഓൾസോ ഡിഫറൻഷ്യൽ മീഡിയയാണ്. പിന്നെ ഒരു മീഡിയ നമുക്ക് പറയുന്നത് കൊളംബിയ കോളിസ്റ്റിൻ നാലിഡിക്സിക് ആസിഡ് അഗർ മീഡിയ ആണ് വേറൊരു മീഡിയ. ഇനി ഇതിന്റെ കാരിയേജ് അല്ലെങ്കിൽ ശരീരത്തിൽ ഇത് എവിടെയാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്, എവിടെ നിന്നാണ് അസുഖം പരത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ആണെങ്കിൽ അത് സ്കിന്നിലുണ്ട് നമുക്കറിയാം. പ്രത്യേകിച്ച് മൂക്കിനകത്ത് മൂക്കിന്റെ ഉള്ളിലാണ് ധാരാളം ഉള്ളത്. സോ സ്കിൻ, ഹെയർ, വജൈന അവിടെയൊക്കെ സംഭവങ്ങൾ ഉണ്ട്. എപ്പിഡെർമിഡിസ് ആണെങ്കിൽ സ്കിന്നിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് ദി സാപ്രോഫൈറ്റിക്കസ് പെരീനിയം ഭാഗത്താണ് കൂടുതലുള്ളത്. അതായത് മൂത്രനാളിക്കും ഏനസിനും ഇടയിലുള്ള ഭാഗത്ത് യൂറോജെനിറ്റൽ ഏരിയയിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. ഈ സ്റ്റെഫലോകോക്കസ് പ്രത്യേകിച്ച് ഓറിയസിൽ ഏതെല്ലാം പാത്തോജനിക് ഫാക്ടേഴ്സോ, ഇനി നമ്മൾ പറയുന്നത് പാത്തോജനിക് ഫാക്ടേഴ്സും സംഭവങ്ങളും എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ടോക്സിൻസ് എന്തെല്ലാം ഉണ്ട്, ദോഷകരമാവുന്നത് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഇറ്റ് കണ്ടെയ്ൻസ് എ മൈക്രോ ക്യാപ്സ്യൂൾ ഉണ്ട്. ആൻഡ് ഓൾസോ എ സ്ലൈം ലെയറും ഉണ്ട്. സ്ലൈം ലെയർ മേഡ് ഓഫ് എക്സോപോളിസാക്കറൈഡ്സ് ആണ്.
സാക്രൈഡ്സ് കൊണ്ടുള്ള ഒരു ലെയർ. ദെൻ കൊയാഗുലേസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആൻഡ് ഇതിന് പ്രോത്രോംബിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അനദർ വൺ ഈസ് പ്രോട്ടീൻ എ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആൻഡ് പ്രോട്ടീൻ എ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇമ്യൂണോഗ്ലോബുലിൻ ജി, IgGയുടെ ആന്റിബോഡി ആണല്ലോ. ആന്റിബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ആൻഡ് ഇതിന്റെ FC പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ്, ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും. സോ അപ്പോൾ ആന്റിഫാഗോസിറ്റിക് ആക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ദെൻ കൊയാഗുലേസ് ടെസ്റ്റിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇതല്ലാതെ സ്റ്റെഫലോകോക്കസ് ഓറിയസിൽ ഉള്ളത് സൈറ്റോലിറ്റിക് ടോക്സിൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഏതെല്ലാമാണ്? ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്, ഡെൽറ്റ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ദെൻ പാൻഡോൺ വാലേറ്റ്, PV ടോക്സിൻ ഉണ്ട്. ദെൻ ല്യൂക്കോസിഡിൻ എന്ന് പറയുന്ന സംഭവമാണ്. ദെൻ പിന്നെ ഉള്ളത് എൻഡറോടോക്സിൻ ആണ്. എൻഡറോ എന്ന് വെച്ചാൽ GAT ആണ്. എൻഡറോടോക്സിൻസ് ഉണ്ട്. 8 തരം എൻഡറോടോക്സിൻസ് ഉണ്ട്. അതിൽ A to E ഉണ്ട്, F ഇല്ല. ദെൻ G to I, അങ്ങനെ 8 തരം എൻഡറോടോക്സിൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് എക്സ്ഫോളിയേറ്റീവ് ടോക്സിൻ ആണ്. എക്സ്ഫോളിയേറ്റീവ് ടോക്സിൻ അതിനകത്തുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ എപ്പിഡെർമോലിറ്റിക് ടോക്സിൻ അതിനകത്ത് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും ടോക്സിൻസ് ആണ് ഈ സ്റ്റെഫലോകോക്കസ് ഓറിയസിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി ഇവ മൂലമുള്ള പാത്തോജനസിസ് ആൻഡ് ഡിസീസസ് എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു കാര്യമായിരുന്നു സ്ലൈം ലെയർ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. സോ ദിസ് ക്യാൻ ഫോം ബയോഫിലിം ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഓഫ് എക്സോ പോളിസാക്രൈഡ്സ് മൂലം ഒരു ബയോഫിലിം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സ്കിൻ അല്ലെങ്കിൽ ബ്ലഡിനകത്ത് എത്തിക്കഴിഞ്ഞാൽ വെയിൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എവിടെയായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബയോഫിലിം അവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ ഇതുമൂലം ഇപ്പോൾ കത്തീറ്റർ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കത്തീറ്റർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് ഇതുമൂലം ഉണ്ടാക്കാൻ പറ്റും. വാസ്കുലർ കത്തീറ്റർ ആകാം, അല്ലെങ്കിൽ യൂറിനറി കത്തീറ്റർ ആകാം, അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹാർട്ടിന്റെ പ്രോസ്തെറ്റിക് വാൽവ്. സോ ഇവയെല്ലാം ബാക്ടീരിയ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരാനായിട്ട് ബിക്കോസ് ഓഫ് ദി സ്ലൈം ലെയർ മൂലം നടക്കും. ആന്റിബയോട്ടിക്സിന് അങ്ങോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ സ്റ്റെഫലോകോക്കസ് ഓറിയസിന് മാത്രമല്ല എപ്പിഡെർമിഡിസിനും ഒക്കെ കത്തീറ്റർ റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനായിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സ്കിന്നിൽ ഈ സംഭവങ്ങൾ മൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ സ്കിൻ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് ആണ്. സോഫ്റ്റ് ടിഷ്യൂ ഇൻഫെക്ഷൻസ് പലതരം ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ എപ്പിഡെർമിസ് മുകളിലെ ലെയർ ആണ്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇംപെറ്റിഗോ നമുക്ക് ഉണ്ടാക്കാം. റെഡ് സ്പോർ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ്. ബുള്ളസ് ഇംപെറ്റിഗോ ഉണ്ടാക്കാനായിട്ട് പറ്റും. ദെൻ കാർബങ്കിൾസ് ഉണ്ടാക്കാം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഓൺ ദ ഹെയർ ഫോളിക്കിൾസിലാണെങ്കിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ ഫറങ്കിൾസ് എന്നാണ് വിളിക്കുക. ഫറങ്കിൾസ് പെയിൻഫുൾ റെഡ് ലംബ് അറൗണ്ട് ദ ഹെയർ ഫോളിക്കിൾസ് ആണ് ഫറങ്കിൾസ്. കണ്ണിന്റെ അവിടെയൊക്കെ ഉണ്ടാകുന്നതിനെ നമ്മൾ കൺപീലയുടെ കടിയിൽ അവിടെ ഭാഗത്ത് ഉണ്ടാകുന്ന സ്റ്റൈ എന്നാണ് വിളിക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഗോസ് എപ്പിഡെർമിസ് മാറി താഴത്തേക്ക് വീണ്ടും ഡെർമിസ് ലെയർ അല്ലെങ്കിൽ താഴത്തേക്ക് വീണ്ടും സബ്ക്യൂട്ടേനിയസ് ലെയറിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നത്തെ നമ്മൾ സെല്ലുലൈറ്റിസ് എന്നാണ് വിളിക്കുക. റെഡ്നസ്, സ്വെല്ലിംഗ്, പെയിൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ് സെല്ലുലൈറ്റിസ്. ദെൻ ഇവിടെ എല്ലാം പഴുപ്പ് ഉണ്ടാകാനായിട്ട് പറ്റും. ബിഗ് പസ് ഫോർമേഷൻ ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് ദിസ് സ്റ്റെഫലോകോക്കസ് ഓറിയസ് ഒക്കെ വരുമ്പോഴാണ്. പസ്സും ആപ്സസ് ഫോർമേഷൻ, അത് നമുക്ക് ഇവിടെ എഴുതാം. ആപ്സസ് ഫോർമേഷൻ ഉണ്ടാകും ബിക്കോസ് ഓഫ് ദിസ് പസ്. ഇനി സ്കിന്നിൽ നിന്ന് ബ്ലഡ് വെസൽസ് വഴി കുറച്ചും കൂടി ഡീപ്പർ ടിഷ്യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മോർ ഡീപ്പർ, ഉദാഹരണത്തിന് മസിലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ, മസിൽ മീൻസ് മയോ എന്നാണ് പറയാം. അപ്പോൾ മയോസൈറ്റിസ് നമുക്ക് ഉണ്ടാക്കാം. ദെൻ മസിലിലേക്കല്ല എല്ലിലേക്കാണെങ്കിൽ ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻസ് ബോണിൽ ഉണ്ടാകാം. ജോയിന്റ്സിലാണെങ്കിൽ സെപ്റ്റിക് ആർത്രൈറ്റിസ് ആയി സംഭവം ജോയിന്റിലാണ്. ദെൻ ബ്ലഡ് വെസൽസ് വഴി ഹൃദയത്തിനകത്തേക്ക് ഏറ്റവും ഇന്റീരിയർ ഹൃദയത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ എൻഡോകാർഡൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നമാണ്. ബ്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രെയിൻ ആണെങ്കിൽ മെനിഞ്ചൈറ്റിസ് ആയി. ശരീരം മൊത്തം ബ്ലഡ് മൊത്തം എത്തിക്കഴിഞ്ഞാൽ ബാക്ടീരിയമി ആയി. ആൻഡ് ക്യാൻ കോസ് സെപ്റ്റിസീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ സാധാരണ ഉണ്ടാക്കുന്നത് ഫാരിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സൈനുസൈറ്റിസ് പോലെയുള്ളവ ഉണ്ടാക്കാം. ദെൻ ദിസ് ക്യാൻ കോസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. നോസോകോമിയൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസിലൊക്കെയാണ്. ഉദാഹരണത്തിന് സർജിക്കൽ കേസസ് അല്ലെങ്കിൽ വെന്റിലേഷൻ അസോസിയേറ്റഡ് പേഷ്യൻസ് അല്ലെങ്കിൽ അസിസ്റ്റഡ് പേഷ്യൻസ് അവരിലൊക്കെ ഉണ്ടാകാവുന്ന ഇൻഫെക്ഷൻസ്. ഈ സംഭവങ്ങൾ അവിടെ കുറെ നേരം ഇരിക്കുമ്പോൾ അവിടെ ബാക്ടീരിയ വളരുന്ന പ്രശ്നങ്ങളാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അടുത്തത് എൻറ്ററോടോക്സിൻ മൂലമാണ്. എൻറ്ററോടോക്സിൻ എന്ന് പറയുമ്പോൾ എൻറ്ററോ എന്ന് പറയുമ്പോൾ GI ആണ് നമ്മൾ എൻറ്ററോ ഉദ്ദേശിക്കുന്നത്. സോ ഉണ്ടാകുന്നതാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടാകാം. ബിക്കോസ് ഓഫ് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് എൻറ്ററോസൈറ്റ്. ഛർദിലാണ്, വോമിറ്റിംഗ് ആണ് പ്രധാനപ്പെട്ടത്. ആൻഡ് വോമിറ്റിംഗ് മാത്രമല്ല ഡയറിയ ഉണ്ടാക്കാമെങ്കിലും വോമിറ്റിംഗ് ആണ് പ്രിഡോമിനന്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ് ഉണ്ടാക്കാം. സോ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 2 to 6 മണിക്കൂറിനകമാണ് ഫുഡ് പോയ്സണിങ് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് നമുക്ക് സംശയിക്കാം. ബിക്കോസ് ഇൻക്യുബേഷൻ പീരീഡ് 2 to 6 മണിക്കൂറാണ്. പ്രത്യേകിച്ച് നമ്മൾ
മിൽക്ക് പ്രൊഡക്ട്സ്, മീറ്റ്, ഫിഷ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം കഴിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എന്താണ് ഈ ടോക്സിൻ? എൻഡ്രോടോക്സിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ വാഗസ് നെർവ്. വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെരിസ്റ്റാൽറ്റിക് മൂവ്മെന്റ് കൂടുന്നു, മൂവ്മെന്റ് ഓഫ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ കൂടുകയും ചെയ്യുന്നു. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ സ്റ്റിമുലേറ്റ് വോമിറ്റിംഗ് സെന്ററിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിന്റെ വേറൊരു ടോക്സിൻ ആണ് ലൂക്കോസിഡിൻ എന്ന് നമ്മൾ പറഞ്ഞു. ലൂക്കോസിഡിൻ മൂലമുണ്ടാകാവുന്നത് ഇറ്റ് കോസ് ദിസ് പ്രോട്ടീൻ പോർസ് ഇൻ ദ ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ് ഇത് WBC ആണെന്ന് വെച്ചാൽ WBCയുടെ ഇവിടെ പോർസ് ഉണ്ടാക്കാം. പോർസ് ഉണ്ടാക്കി കഴിയുമ്പോൾ ആൻഡ് ദിസ് ക്യാൻ കോസ് നെക്രോസിസ് ഓഫ് ദ WBC ആൻഡ് ഇത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നെക്രോട്ടൈസിങ് ന്യൂമോണിയ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. ഇനി മറ്റൊരു പ്രശ്നം സ്റ്റെഫലോകോക്കസ് ഓറിയസ് മൂലമുണ്ടാകുന്നതാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 നമ്മൾ എഴുതുന്നത് TSST1 എന്നാണ് നമ്മൾ എഴുതുക ഇതിന്. ആൻഡ് ഇത് ഉണ്ടാകുന്നത് എക്സോടോക്സിൻ മൂലമാണ്. എക്സോടോക്സിൻ മൂലം ഉണ്ടാകുന്ന മൾട്ടി സിസ്റ്റം എന്ന് വെച്ചാൽ ശരീരം മൊത്തം ബാധിക്കാം. മൾട്ടി സിസ്റ്റം ഡിസീസ് ആണ് പ്രശ്നം. പ്രധാനമായും ഇതാരെല്ലാം ഉണ്ടാകുന്ന വെച്ചാൽ യങ് ഫീമെയിൽസിലാണ്. യങ് ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ മെൻസ്ട്രേറ്റിംഗ് പീരീഡിലുള്ള മെൻസ്ട്രേറ്റിംഗ് യങ് ഫീമെയിൽസിൽ അവർ ടാമ്പൺസ് ഉപയോഗിക്കുമല്ലോ. ടാമ്പൺസ് ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ നേരം അവിടെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവിടെ വളർന്നിട്ട് ഉണ്ടാകാവുന്ന പ്രശ്നമാണ്. ആൻഡ് ടോക്സിൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഇറ്റ് ക്യാൻ അറ്റാക്ക് ഇമ്മ്യൂൺ സെൽസിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ധാരാളം ഇമ്മ്യൂണോ മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യുന്ന. ഉദാഹരണത്തിന് ഇന്റർലൂക്കിൻ 1 ആകാം, 2 ആകാം, ദെൻ TNF ആൽഫ ഇങ്ങനെയൊക്കെ പറയുന്ന ഇമ്മ്യൂൺ മീഡിയേറ്റേഴ്സ് ഒക്കെ ധാരാളം റിലീസ് ചെയ്യുന്നു. ഇതുപോലെ 3 പ്രശ്നം ഉണ്ടാകുന്ന. 1 ഇറ്റ് ഈസ് ഓൺ ദ സ്കിന്നകത്ത് റാഷസ് ഉണ്ടാക്കാം. നമ്മളതിനെ സ്കലാനിഫോം റാഷസ് ഓൺ ദ സ്കിൻ എന്നാണ് പറയാ. രണ്ടാമത്തത് കാപ്പിലറി വെസലാണ്. കാപ്പിലറി പെർമിബിലിറ്റി വർദ്ധിച്ചിട്ട് വാസോ ഡയലേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നു. മൂന്നാമത്തത് ഇറ്റ് ക്യാൻ ആക്ട് ഓൺ ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ ആക്ട് ചെയ്തിട്ട് ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ ഓർ ഫീവർ ഉണ്ടാക്കാം. സോ ഇത് 3 കൂടി ചേർന്ന റാഷസ്, ഹൈപ്പോടെൻഷൻ, ഇൻക്രീസ് ബോഡി ടെമ്പറേച്ചർ എല്ലാം കൂടി ചേർന്നിട്ട് സാധാരണ യങ് ഫീമെയിൽസിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് T1 അല്ലെങ്കിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ടൈപ്പ് 1 എന്ന് പറയുന്നു. ഇനി മറ്റൊരു പ്രശ്നം സ്റ്റെഫൈലോകോക്കൽ സ്കെയിൽഡഡ് സ്കിൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമുക്കിപ്പോൾ SSS എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇറ്റ്സ് ആൻ എക്സ്ഫോളിയേറ്റീവ് സ്കിൻ ഡിസീസ് ആണ്. ടോപ്പ് ഓർ ഔട്ടർ ഓർ എപ്പിഡെർമൽ ലെയർ അങ്ങ് ഇളകി പോവുകയാണ്. പീൽ ഓഫ് ദ എപ്പിഡെർമൽ ലെയർ, ഔട്ടർ ലെയർ. അപ്പോൾ ഇതുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ടോക്സിൻ മൂലമാണ്. ടോക്സിൻ ഫ്രം ദ സ്റ്റെഫലോകോക്കസ് ഓറിയസിസ് എപ്പിഡെർമോലിറ്റിക് അല്ലെങ്കിൽ നമുക്കതിനെ വേറെ എക്സ്ഫോളിയേറ്റീവ് ടോക്സിൻ A ഉണ്ട് ആൻഡ് B. ഈ ടോക്സിൻ A ആൻഡ് B, എക്സ്ഫോളിയേറ്റീവ് ടോക്സിൻ A ആൻഡ് B മൂലമാണ് ഈ പ്രശ്നം ഉണ്ടാക്കാം. സ്കിൻ ലെയേഴ്സിലെ സ്ട്രാറ്റം കോർണിയം, ഇത് സ്ട്രാറ്റം കോർണിയം ആണെന്ന് വിചാരിക്കുക ഈ ഭാഗം. ആൻഡ് ഇതിന്റെ അടിയിൽ സ്ട്രാറ്റം സ്പൈനോസം ആണ്. സോ ഇത് ആൻഡ് ഇവിടെ സ്ട്രാറ്റം ഗ്രാനുലോസം ആണ്. സോ ഇവിടെയാണ് പ്രശ്നം. ഇവിടെയുള്ള സ്കിന്നിൽ ഉള്ള ഈ സെല്ലുകളുടെ ഇടയിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു സംഭവം, പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഡെസ്മോഗ്ലീൻ 1 ആണ്. ഡെസ്മോഗ്ലീൻ 1. സോ ഇത് അങ്ങോട്ട് മാറ്റുക. സോ ഇതിനാണ് നശിപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ സ്കിൻ ഇതൊരു സെല്ല് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയി പോകും. സോ ഇവിടെ നിന്നും വിട്ടുപോകും. സോ കണക്ഷൻ ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. ഇത് മുകളിൽ ഇത് എപ്പിഡെർമിസ് ആണ് ആൻഡ് ദിസ് ഈസ് ഡെർമിസ് ആണ്. ഈ കണക്ഷൻ അങ്ങ് വിട്ടുപോയി ഈ ഭാഗം മുകളിൽ നിന്ന് വിട്ടുപോകുന്നതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത്. സോ ഇങ്ങനെ സ്കിൻ പീൽ ചെയ്യുന്ന ആദ്യം ലോക്കലൈസ്ഡ് ടെൻഡർ ബ്ലിസ്റ്റർ പോലെ ആദ്യം ഫോം ചെയ്യും. പിന്നെ അതിനുശേഷം ബുള്ളൈ ഫോർമേഷൻ വരും. ദെൻ പീലോ ഈ ഭാഗം അങ്ങോട്ടേക്ക് വിട്ടു. സോ ഇങ്ങനെ വിട്ടുപോകുമ്പോൾ കൊച്ചുങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ആ സൈനെ നമ്മൾ നിക്കോൾസി സൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. നിക്കോൾസി സൈൻ എന്ന് വെച്ചാൽ ആ സ്കിന്നിൽ എപ്പിഡെർമിസ് ലെയർ ഇല്ലാത്ത ആ സ്കിന്നായിട്ട് കാണുന്ന. ന്യൂ ബോൺസിലും 6 വയസ്സിൽ താഴെയുള്ള പിള്ളേരിലാണ് കൂടുതൽ. ആൻഡ് ഇതിന്റെ സിവിയർ ഫോം നമ്മൾ വിളിക്കുക റിറ്റേഴ്സ് സിൻഡ്രോം എന്നാണ് സിവിയർ. സോ അവിടെ അപ്പോൾ ഫീവർ ഉണ്ട്, ലെത്താർജി, ഇറിറ്റബിലിറ്റി, ഭക്ഷണം കഴിക്കൽ കുറയൽ, പൂർ ഫീഡിങ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകും. ഇതാണ് സ്റ്റെഫലോകോക്കസ് സ്കെയിൽഡഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി സ്റ്റെഫലോകോക്കസ് സാപ്രോഫൈറ്റിക്കസ് മൂലം ഉണ്ടാകുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് പ്രധാനമായിട്ടും. യൂറിനറി ട്രാക്റ്റിൽ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ യൂറിയേസ് നമ്മൾ പറഞ്ഞു എൻസൈം ഒക്കെ ഉള്ളത് കൊണ്ട്. സോ അമോണിയ ഉണ്ടാകുമ്പോൾ pH ഓഫ് ദ യൂറിൻ ഇൻക്രീസ്. അങ്ങനെ ആകുമ്പോൾ ഇൻക്രീസ്ഡ് ബാക്ടീരിയൽ ഗ്രോത്ത് അവിടെ കൂടുതലായിട്ട് നടക്കും. സോ അതൊക്കെ മൂലം ഉണ്ടാകുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് മഗ്നീഷ്യം ദെൻ സൾഫേറ്റ് ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന സ്ട്രൂ വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് വെച്ചാൽ മൂത്രത്തിക്കെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ട്രൂ വൈറ്റ് ക്രിസ്റ്റൽസ് വന്നിട്ട് യൂറിനറി ട്രാക്റ്റിലൊക്കെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം, മൂത്രത്തിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ അപ്പോൾ UTI ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും സാപ്രോഫൈറ്റിക്കസ് ആണ്. മറ്റേതിനുണ്ടാക്കാം, എപ്പിഡെർമിഡിസിനും ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റെഫൈലോകോക്കസ്. അപ്പോൾ പ്രധാനം സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.